ഞാൻ നിങ്ങൾക്ക് രണ്ട് വീഡിയോകൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോയിൽ ഇത് പറയുന്നത് നമ്മൾ കല്യാണ വീഡിയോയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വെൽക്കം ഡ്രിങ്കുകൾ കിട്ടാറുണ്ടല്ല, ആ വെൽക്കം ഡ്രിങ്ക് കിട്ടുന്ന ആ ചില്ല് ഗ്ലാസ്സുകളാണ്. ഇപ്പോൾ ഇതങ്ങനെ കാണാറില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഉപയോഗിച്ച ഗ്ലാസ്സുകൾ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസി ആയിരുന്നു. അപ്പോൾ അത് വൃത്തിയാക്കുന്ന രീതിയൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ആ വീഡിയോയിൽ കാണാൻ പറ്റും. ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് അതിൽ തന്നെ വീണ്ടും വീണ്ടും മുക്കിയെടുത്ത് കഴുകുന്ന ഒരു പ്രവണത, അതിനോട് പ്രതിഷേധം മൂലം ഒക്കെ കൊണ്ടായിരിക്കണം ആ ഒരു ഗ്ലാസ്സുകൾ എടുത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് നമ്മൾക്ക് ഈ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇത് പോയതിന് പിന്നാലെ മറ്റൊരു പുതിയ അവതാരം പിറവി കൊണ്ടിട്ടുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. ചില്ല് കുപ്പിയിൽ വെള്ളം കിട്ടുന്നത്. അതായത് നമ്മൾ കല്യാണത്തിന് മറ്റുള്ള പാർട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടത്തിൽ നമുക്ക് വെള്ളം കിട്ടും. നമുക്ക് കല്യാണങ്ങളിൽ പോകുമ്പോൾ ആദ്യമൊക്കെ വെള്ളം കിട്ടും ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 300 ml മിനറൽ വാട്ടർ ബോട്ടിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് ഞാനൊരു കല്യാണത്തിന് പോയ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ചില്ല് കുപ്പിയിൽ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. കാരണം നമ്മളെ മിനറൽ വാട്ടറിന്റെ ടോപ്പ് എന്ന് പറയുന്നത് സീൽഡ് ആയിരിക്കും. അപ്പൊ അതേ രീതിയിൽ ഞാനിത് തുറക്കാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഇതിന്റെ ടോപ്പ് ഇങ്ങനെ ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് തുറന്ന് ഞാൻ വെള്ളം കുടിച്ച്. അതായത് നമുക്ക് തുറക്കാനും അടക്കാനും കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത്. ഈ ഒരു കുപ്പി ഉപയോഗിക്കുന്നത് കൊണ്ട് കാറ്ററിംഗുകാരുടെ ഒരു ലാഭം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പക്ഷേ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ചില്ല് ഗ്ലാസ്സുകളെ പോലെ തന്നെ ഉപയോഗിച്ച കുപ്പിയിൽ തന്നെ ചിലപ്പോൾ വീണ്ടും വീണ്ടും വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് എണീറ്റിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ കുപ്പിയൊക്കെ എടുത്തുകൊണ്ടിട്ട് അതിൽ വീണ്ടും റീഫിൽ ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണോ വെള്ളം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം ഈ ആളുകൾ കൂടുന്ന കല്യാണം അതുപോലെ ഫംഗ്ഷനുകളിലൊക്കെ ഒരുപാട് ആളുകൾ കൂടുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പലപ്പോഴും മാരകമായിട്ടുള്ള പകർച്ചവ്യാധികളൊക്കെ പിടിപെടാറുള്ളത്. അതായത് ഇപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പല കല്യാണ സമയങ്ങളിലൊക്കെ പല സ്ഥലത്തു നിന്നും ഈ മഞ്ഞപ്പിത്തം പോലെയുള്ള പകർച്ചവ്യാധികൾ പിടിപെട്ടിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലുള്ള ഭക്ഷണമോ വെള്ളമോ ഒക്കെ കൊടുക്കുന്ന കാരണങ്ങൾ കൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിൽ ഗ്ലാസ് ബോട്ടിലുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് റീഫിൽ ചെയ്യുന്ന വെള്ളം നിറക്കുന്ന ഒരു സിസ്റ്റം ഉള്ളതായിട്ട് അറിയില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ കുപ്പികളിൽ ബാച്ച് അതേപോലെ ഡേറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുഡ് സേഫ്റ്റിന്റെ ലാബിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുപ്പി ഉറപ്പായിട്ടും സീൽഡ് ആയിരിക്കും. പക്ഷെ ഇത് സീൽഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ കുപ്പികളിൽ എവിടെ നിന്നാണ് വെള്ളം നിറക്കുന്നത്, എന്ത് തരത്തിലുള്ള വെള്ളം നിറക്കുന്നത് ഒന്നും നമുക്ക് അറിയില്ല. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഒരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് വെള്ളം നിറക്കുകയാണെങ്കിൽ പോലും ആ ഒരു പ്രോഡക്റ്റ് മേലെ അത് ഉണ്ടാക്കിയുള്ള ഡേറ്റ്, അതിന്റെ എക്സ്പയറി ഡേറ്റ്, അതിന്റെ ബാച്ച് നമ്പർ, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ആരാണ്, അവരുടെ കോണ്ടാക്ട് നമ്പർ, ഇതിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്, ഇതെല്ലാം മെൻഷൻ ചെയ്തിരിക്കണം. ഇതൊന്നും മെൻഷൻ ചെയ്യാതെ വരുന്ന എന്തൊരു പ്രോഡക്റ്റും സേഫ് അല്ലെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള വെള്ളം ബോട്ടിലുകൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ കൂടുന്ന പരിപാടികളിലും പാർട്ടികളിലും ഒക്കെ കൊടുക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നല്ല ലാഭം ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ ചോദ്യചിഹ്നമായി കിടക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ആരോഗ്യമാണ്. ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ ആരോഗ്യ വകുപ്പിന്റെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഒക്കെ നിർബന്ധമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരിക്കണം. കാരണം ഇങ്ങനെയുള്ള ഒരിക്കലും സേഫ് അല്ലാത്ത രീതിയിലുള്ള സപ്ലൈയിലൂടെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് തന്നെ കൊടുക്കുന്നതിലൂടെ കഷ്ടപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാവുന്നത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്.